എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം നമ്മുടെ GT വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രിഡിക്ഷൻസുമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഗൈസ് വീഡിയോ ചെയ്യാനായിട്ട് ലേറ്റ് ആയത്. അതുപോലെ തന്നെ വീഡിയോ ഫേസ് കാണിച്ച് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ സാഹചര്യം അങ്ങനെയല്ല. വീട് പണിയൊക്കെ ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാണ് സ്റ്റാർട്ടിങ് കുറ്റിയടിച്ച് പണി തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വീഡിയോ അതായത് ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാത്തത്. വേറെ ഒന്നുമല്ല കേട്ടോ. തീർച്ചയായിട്ടും ഒരു 2 ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം ഇവിടെ കുറച്ച് തിരക്കുണ്ട് എനിക്ക്. അതുപോലെ തന്നെ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. പക്ഷേ ഞാൻ വീഡിയോ ഒരിക്കലും ചെയ്യാതിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് GT തമ്മിലുള്ള മത്സരമാണ്. മെയ് 10 കൃത്യം 7:30 നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയം, അതായത് നമ്മുടെ ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാനാണ്. കാരണം ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നെറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതിപ്പോൾ സെറ്റാക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10K അടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഏകദേശം 750 എങ്ങാണ്ടോ ആണ് ആയിരിക്കുന്നത്. അപ്പം ഇനിയൊരു കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ വേണം. ഇനി ഒരു 250 പേര് വേണം. IPL സീസൺ തീരുന്നതിന് മുന്നെങ്കിലും എനിക്ക് അടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ GT വേഴ്സസ് CSK തമ്മിലുള്ള മത്സരത്തിൻ്റെ പിച്ച് റിപ്പോർട്ട് നോക്കാനായിട്ട് നമ്മൾ IPLൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ആപ്ലിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടെ നടന്ന കുറച്ച് മത്സരങ്ങളും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ GTയുടെയും അതുപോലെ തന്നെ CSKയുടെയും പോയിൻ്റ് ടേബിൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം തന്നെ വെരിഫൈ ചെയ്യണം. കാരണം ഇപ്പോഴുള്ള മത്സരമൊക്കെ മെയിൻ അങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾ ടീം ഇടാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മത്സരമൊക്കെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ നല്ല രീതിക്ക് പോകാനും ചാൻസ് ഉണ്ട്. കാരണം ആര് കളിക്കുന്ന പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ടഫായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ ടീമുകൾക്കും പ്ലേ ഓഫിലോട്ട് കയറണം എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ടീമും അവരുടെ മാക്സിമം കപ്പാസിറ്റി ലെവലിലായിരിക്കും അവർ കളിക്കുക. സോ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നെറ്റ് ഭയങ്കര ഷോക്കാണ് ഗൈസ്. അതെനിക്ക് വേറെ എപ്പോഴും കുഴപ്പമില്ല. വേറെ അല്ലാത്ത സമയത്തൊക്കെ എനിക്കിവിടെ 5 MB/s ഒക്കെയാണ് കിട്ടാറ്. ഈ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ടൈം നോക്കി നമുക്കിങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. സോറി ഗൈസ്. വന്നായിരുന്നു. അപ്പോൾ നമ്മുടെ GTയുടെ പോയിൻ്റ് ടേബിളിൽ നോക്കുന്ന സമയത്ത് ഇതുവരെ 11 മത്സരങ്ങൾ കളിച്ചിട്ട് അതിൽ 8 പോയിൻ്റ് ആയിട്ടാണ് ഏറ്റവും പോയിൻ്റ് ടേബിളിൽ ലാസ്റ്റാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ CSK ആണെങ്കിൽ 11 മത്സരങ്ങളെ കളിച്ചുള്ളൂ. ഇനി 3 മത്സരം ബാക്കി നിൽക്കാൻ 3 മത്സരം വിൻ ചെയ്താൽ മാത്രമേ അവർ പ്ലേ ഓഫിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. 2 മത്സരമെങ്കിലും മിനിമം വിൻ ചെയ്യണം, എന്നാൽ മാത്രമേ പ്ലേ ഓഫിലോട്ട് കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ LSTയുടെയും DCയുടെയൊക്കെ പോയിൻറ്റ്സ് നോക്കുമ്പോൾ 12 മുംബൈ ഇന്ത്യൻസ് കയറുമെന്നൊക്കെ ചോദിക്കും. പക്ഷേ കയറത്തില്ല. കാരണം അത്രയും -run rate ആണ്. അതിന് പ്ലസ് ആക്കി എടുക്കണം, മറ്റുള്ള ടീമുകൾ തോൽക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കൊൽക്കത്തയും RRും സൺറൈസേഴ്സും ഏറെക്കുറെ ഉറപ്പിച്ച രീതിക്ക് തന്നെയാണ്. സൺറൈസേഴ്സ് പിന്നെയും ഇറങ്ങി പോകാനുള്ള ചാൻസസ് ഉണ്ട്. സൺറൈസേഴ്സും CSKയും DCയൊക്കെ മേ ബി ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. LST ഒക്കെ ആണെങ്കിൽ എല്ലാം ഈ 4 ടീമിനും ചാൻസ് ഉണ്ട്. SRH ആണെങ്കിലും CSK ആണെങ്കിലും DC ആണെങ്കിലും LST ആണെങ്കിലും ചാൻസ് ഉണ്ട്. ബാക്കിയൊക്കെ അവരുടെ കളിക്കുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് കേട്ടോ മാച്ച് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നടന്ന കുറച്ച് മത്സരങ്ങൾ നോക്കുന്ന സമയത്ത് റീസെൻ്റ് ആയിട്ട് നടന്ന പെർഫോമൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഓക്കെ, ഏപ്രിൽ 28 നമ്മുടെ ബാംഗ്ലൂരു വേഴ്സസ് GT തമ്മിൽ കളിച്ചൊരു മത്സരമാണ്. ഈ ഒരു മത്സരത്തിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് നമ്മുടെ GTക്കായിരുന്നു. ഏകദേശം 203 റൺസാണ് അവർ സ്കോർ ചെയ്തത്. അത് വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ. ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തത് നമ്മുടെ സായ് സുദർശൻ, തന്നെ അതുപോലെ തന്നെ ഷാറൂഖ് ഖാൻ, ഡേവിഡ് മില്ലർ, ഇവരൊക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്തത്. ഇവിടെ വിക്കറ്റ്സ് എടുത്തത് സ്വപ്നിൽ സിംഗ്, ദെൻ മുഹമ്മദ് സിരാജ്, ഗ്ലൻ മാക്സ്വെലാണ് വിക്കറ്റ്സ് എടുത്തിരിക്കുന്നത്. 1 വിക്കറ്റ് ഫാസ്റ്റ് ബോളറും 2 വിക്കറ്റ് സ്പിന്നറുമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ RCBയിലാകുമ്പോൾ നമ്മുടെ വിൽ ജാക്സും അതുപോലെ തന്നെ ഫാഫ് ഡു പ്ലെസിസും വിരാട് കോഹ്ലിയും കൂടെ അടിച്ച് ജയിപ്പിച്ച കളിയാണ്. ഈസി ആയിട്ട് ജയിച്ച ഒരു മത്സരമായിരുന്നു കേട്ടോ അത്. RCB 16ാമത്തെ ഓവറിൽ തന്നെ 200 റൺസ് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ വിക്കറ്റ്സ് എടുത്തത് സായ് കിഷോറാണ്. ഓക്കെ, ഇപ്പോൾ വേറൊരു മത്സരം കൂടെ നോക്കാം. കാരണം ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബാറ്റിംഗ് സപ്പോർട്ടഡ് ആയിരുന്നു. പക്ഷേ ആ ഒരു മത്സരം നടന്ന സമയം 3:30 ആയിരുന്നു. ഡേ ടൈമിലും അതുപോലെ തന്നെ ഡേ ടൈം ആണെങ്കിലും നൈറ്റ് ടൈം ആണെങ്കിലും പിച്ചിന് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ കണക്കിലെടുക്കണമല്ലോ. നമുക്ക് വേറൊരു മത്സരം കൂടെ നോക്കാം. റീസെൻ്റായിട്ട് ഇവിടെ തന്നെ നടന്നത് GT വേഴ്സസ് DC തമ്മിൽ കളിച്ചൊരു മത്സരമായിരുന്നു.
അപ്പം നമുക്ക് ആ ഒരു മത്സരം നോക്കിയപ്പോൾ കംപ്ലീറ്റ്ലി ബാറ്റിംഗ് പിച്ചാണ് തോന്നിയില്ലേ. പക്ഷേ ഇവിടെ ഓൾ ഔട്ട് ആവുക ചെയ്ത് ജി ടി എന്ന് പറഞ്ഞൊരു ടീം കംപ്ലീറ്റ്ലി ഓൾ ഔട്ട് ആവുക ചെയ്തത്. കൂടുതൽ വിക്കറ്റ് എടുത്തത് മുകേഷ് കുമാർ, ട്രിസ്റ്റൻ സ്റ്റബ്സ്, അതുപോലെ തന്നെ അസ്തർ പട്ടേൽ, ഇഷാന്ത് ശർമ്മ, ദെൻ ഖലീൽ അഹമ്മദ്, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത്. ഇതിൽ സ്പിന്നേഴ്സായിട്ട് അസ്തർ പട്ടേലും ട്രിസ്റ്റൻ സ്റ്റബ്സും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഫാസ്റ്റ് ബൗളേഴ്സാണ്. 6 വിക്കറ്റ് ഫാസ്റ്റ് ബൗളർ, 3 വിക്കറ്റ് സ്പിന്നറുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പുറത്തോട്ട് നോക്കുമ്പോൾ 2 വിക്കറ്റ് സന്ദീപ് വാര്യർ, 1 വിക്കറ്റ് സ്പെൻസർ ജോൺസൺ, 1 വിക്കറ്റ് റാഷിദ് ഖാൻ. 4 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സും 4 വിക്കറ്റ് സ്പിന്നേഴ്സും 9 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സും ആണ് എടുത്തിരിക്കുന്നത്. ടോട്ടലി നോക്കുന്ന സമയത്ത് റൺസൊന്നും അധികം ആരും സ്കോർ ചെയ്തില്ല. എല്ലാം കുറച്ച് ടഫായിട്ടുള്ള ഒരു മത്സരമാണ്. 4 വിക്കറ്റ് ഇപ്പോൾ എല്ലാവരും 10 റൺ വെച്ചൊക്കെ എടുത്തിട്ടാണ് ഒരു ടീം വിന്നായിരിക്കുന്നത്. ഓക്കെ, അത് 8ാമത്തെ ഓവറിൽ തന്നെ വിന്നായി. അപ്പോൾ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിച്ച് എങ്ങനെ വേണേലും മറിയാം. നിങ്ങൾ ബാറ്റിംഗ് സപ്പോർട്ടഡ് ആയിട്ട് മാത്രം ഇടരുത്, ബൗളിംഗ് സപ്പോർട്ടഡ് ആയിട്ട് കൂടെ ഇടണം. അതായത് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും മിനിമം ഒരു ടീമിൽ നിന്ന് 2 മെയിൻ ബൗളേഴ്സ് നമ്മുടെ ടീമിൽ വേണം. ഓക്കെ, 2 മെയിൻ ബൗളേഴ്സ് നമ്മുടെ ടീമിൽ വേണം. അല്ലാത്ത പക്ഷം നമുക്ക് ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഹൈ ആണ്. അത് ഫസ്റ്റ് ഇന്നിങ്സ് ആണെങ്കിലും സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് വേണം. ഈ 2 ടീമും അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 ടീമിലും വേണമെന്ന്. ദെൻ ഈ ഒരു പിച്ചിൽ ആവറേജ് സ്കോറായിട്ട് ഉള്ളത് 180 റൺസ് വരെയൊക്കെയാണ് ആവറേജ് സ്കോറായിട്ടുള്ളത്. ഫാസ്റ്റ് ബോളേഴ്സ് 224 വിക്കറ്റും സ്പിൻ ബോളേഴ്സ് 118 വിക്കറ്റ്സുമാണ് ഓവറോൾ ഇവിടെ ടേക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി 35 ഡിഗ്രിയാണ്. വെതർ റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ 41 ഡിഗ്രി ടെമ്പറേച്ചറാണ് കേട്ടോ. ഇതിനേപോലെ തന്നെ നിങ്ങൾക്കൊരു കിഡിലിൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ആദ്യം തന്നെ പറയാനുള്ളത് ഫോക്കസിലോ എന്ന് പറഞ്ഞൊരു കിഡിലിൻ ആപ്ലിക്കേഷൻ പറ്റിയാണ്. ഈ ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 100 രൂപ ക്യാഷ് ബോണസ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. എൻട്രി ഫീസ് വളരെ കുറവായിട്ടാണ് ഇതിൽ മേടിക്കുന്നത്. 5-in-1, അതായത് വെറും 6 പ്ലെയേഴ്സിനെ മാത്രം പിക്ക് ചെയ്തുകൊണ്ട് ഒരു ഫാൻറ്റസി ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ല ക്യാഷ് ഏൺ ചെയ്യാനും പറ്റും കേട്ടോ. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫോക്കസിൽ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ലിങ്ക് വഴി കയറി 500 രൂപയും കിട്ടും. കോമ്പറ്റീഷനും കുറവായതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾ വിന്നാവും. വെറുതെ ഒരു ടീം ഇട്ട് കൊടുത്താൽ മതി, ഈസി ആയിട്ട് നിങ്ങൾ വിന്നാവും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഡെയിലി ഗ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കണ്ടില്ലേ, ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ദെൻ അതുപോലെ തന്നെ ചോയ്സ് 11 പറ്റിയാണ് അടുത്ത പറയാനുള്ളത്. ഇത് നമ്മുടെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് ബോണസ് കിട്ടുന്നതായിരിക്കും. ദെൻ അതുപോലെ തന്നെ ഇതിൽ വേറെ ഒരുപാട് തരം ഫീച്ചേഴ്സ് ഉണ്ട്. ഡെയിലി ഗിവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് ഡിസ്കൗണ്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം 3850 രൂപ വരുന്ന കോൺടെസ്റ്റ് ഇവിടെ വെറും 3449 രൂപയെ മാത്രമേ ഉള്ളൂ. 499 രൂപ. നമ്മുടെ ഡ്രീം ഇലവനിലൊക്കെ 3850, ഏകദേശം 350 രൂപയുടെ ഡിഫറൻസാണ് ഡ്രീം ഇലവനും ഇതും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഒരു കോൺടെസ്റ്റ് മാത്രമല്ല, ഒരുപാട് കോൺടെസ്റ്റ് ഇതുപോലെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. സോ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദെൻ അതുപോലെ തന്നെ കുബേര ഫാൻറ്റസി ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം തന്നെ നമ്മളെ കുബേര ഫാൻറ്റസിയിൽ എടുത്ത് പറയാനുള്ള ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ ഓപ്ഷനെ പറ്റി ഒരുപാട് പേർക്ക് അറിയാതിരിക്കാം. നമ്മളെ ഫാൻറ്റസിയിലെ തന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഇവരാണ് കേട്ടോ. 5 പ്ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവരെ പിക്ക് ചെയ്തുകൊണ്ട് കളി മുന്നോട്ട് കൊണ്ടുപോയി ഈസി ആയിട്ട് ഒരാളെ പിക്ക് ചെയ്തുകൊണ്ട് മാത്രം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ഫ്യൂച്ചറാണ് ഈ ഡ്യുവോ ഓപ്ഷൻ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡ്രീം ഇലവൻ പോലെ ഒരുപാട് തരം സാധാ കോൺടെസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഡ്രീം ഇലവനിൽ 299 രൂപയ്ക്ക് നമ്മൾ കളിക്കുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 260 രൂപയ്ക്ക് കളിക്കാനായിട്ട് സാധിക്കും. ഏകദേശം 39 രൂപയുടെ ഡിഫറൻസ് ആണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. ദെൻ അതുപോലെ തന്നെ വിഷനിലോ ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ ഇതും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഡെയിലി 50,000 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ഗീവ് കൊടുക്കുന്ന ഒരു ആപ്പാണ്. ഇന്നിപ്പോൾ ചെന്നൈയുടെ മത്സരം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ചെന്നൈ 1 lakh ഇവർ ഗീവ് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ വേണേലും ഒന്നെടുത്ത് കാണിച്ചു തരാം. ഇതുകൊണ്ട് 0 rupees ജോയിൻ ചെയ്തതിന് ഫസ്റ്റ് വന്ന 10,000 രൂപയാണ്, സെക്കൻഡ് വന്ന 3000, തേർഡ് 1000, പിന്നെ 4, 5, 500, അങ്ങനെ ഏകദേശം 10,000 പേർക്ക് 1 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ഇവർ. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ ഒരു വിഷനൽ ആപ്ലിക്കേഷൻ. കാരണം ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഈ നമ്മൾ വെറുതെ ഇരുന്ന, അതായത് 1 രൂപ കൂടെ കൊടുക്കാതെ ചുമ്മാ ഒരു ടീം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ രൂപ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ലെക്കല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് ജോയിൻ ചെയ്യാനുള്ളത്. പിന്നെ എൻട്രി കോൺടെസ്റ്റൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
സോറി 28,500 രൂപയുടെ കോൺടെസ്റ്റ് 27 രൂപയ്ക്കൊക്കെ കിട്ടും. അതായത് 500 രൂപ കുറച്ചിട്ടൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ നമ്മുടെ വിഷൻ 11 ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ബാക്കി ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളതാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ദെൻ ഇന്നത്തെ മത്സരത്തിൽ പ്രോബബിലി പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ വൃദ്ധിമാൻ സഹ, ശുഭ്മാൻ ഗിൽ, സായി കിഷോർ, ദെൻ ഡേവിഡ് മില്ലർ, ദെൻ ഷാറൂഖ് ഖാൻ, രാഹുൽ തിവാട്ടി, അതുപോലെ റാഷിദ് ഖാൻ, മനവ് സുത്താർ, ദെൻ അതുപോലെ തന്നെ നൂർ അഹമ്മദ്, അതുപോലെ തന്നെ നമ്മുടെ മോഹിത് ശർമ്മ, ജോഷ ലിറ്റർ, ഇത്രയും പേരാണ് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിൽ. ഇമ്പാക്ട് പ്ലെയറായിട്ട് സന്ദീപ് വാര്യർ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് നോക്കുന്ന സമയത്ത് അജിൻക്യ രഹാനെ, ദെൻ ഋതുരാജ് ഗെയ്ക്വാഡ്, അതുപോലെ തന്നെ ഡയറി മിച്ചൽ, ശിവാൻ ദുബെ, മൊയ്ൻ അലി, രവീന്ദ്ര ജഡേജ, MS ധോണി, മിച്ചൽ സാന്തർ, ഷർദുൽ താക്കൂർ, ദെൻ റിച്ചാർഡ് ഗ്ലെൻസൺ, തുഷാർ ദേശ്പാണ്ഡെ, ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയറായിട്ട് സിമ്രജിത് സിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ പിക്ക് ചെയ്യേണ്ട 4 പ്ലെയേഴ്സാണ് നമ്മുടെ ഗില്ല്, ദെൻ റാഷിദ് ഖാൻ, ഋതുരാജ് ഗെയ്ക്വാഡ്, ദെൻ രവീന്ദ്ര ജഡേജ. ഇവരെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇത് 2 ആളെ പിക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റാഷിദ് ഖാനും ഗെയ്ക്വാഡാണ്. ദെൻ കീ പ്ലെയേഴ്സായിട്ട് പറയാനുള്ളത് നമ്മുടെ ശുഭ്മാൻ ഗില്ലാണ്. റീസെൻ്റായിട്ട് അത്യാവശ്യം നല്ല ഫോമിലാണ്. ഈ ഒരു IPL സീസണിൽ അദ്ദേഹം 222 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. എഗെയിൻസ്റ്റ് CSK ആയിട്ട് ഒരു നല്ലൊരു ഇന്നിങ്സ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ സായി സുദർശൻ ആണെങ്കിൽ ഇതുവരെ IPL 11 മത്സരം കളിച്ച് 424 റൺസ് എടുത്തിട്ടുണ്ട്. അതും സ്ട്രൈക്ക് റേറ്റ് 130 എബോവ് ആണ്. റീസെൻ്റായിട്ട് കളിക്കുന്ന എല്ലാ മത്സരങ്ങളും അത്യാവശ്യം റൺസ് സ്കോർ ചെയ്യുന്ന പ്ലെയേഴ്സിൽ ഒരാളാണ് നമ്മുടെ സായി സുദർശൻ. അതുപോലെ തന്നെ റാഷിദ് ഖാൻ ആണെങ്കിലും റീസെൻ്റായിട്ട് ചില സമയങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാറ്റിങ്ങും പ്ലസ് ബൗളിങ്ങും ചെയ്യുന്ന ഒരു തീർച്ചയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ ഈ ഒരു പിച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിക്കറ്റ്സ് എടുത്ത ഒരു പ്ലെയറിലെ ലിസ്റ്റിൽ നോക്കുന്ന സമയത്ത് നമ്മൾ റാഷിദ് ഖാനും അതിലുണ്ട്. അതുപോലെ തന്നെ നൂർ അഹമ്മദ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. എഗെയിൻസ്റ്റ് CSKനെ എഗെയിൻസ്റ്റ് ആയിട്ടൊരു സ്പിന്നിങ് അറ്റാക്ക് നടത്താനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. അതുപോലെ തന്നെ നമ്മുടെ CSK പ്ലെയേഴ്സാണ് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഗെയ്ക്വാഡാണ്. റീസെൻ്റായിട്ട് കളിച്ച മത്സരങ്ങളെല്ലാം നല്ല പെർഫോമൻസ് ആണ്. ഇതുവരെ IPL 11 മത്സരങ്ങളിൽ നിന്ന് 541 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് നല്ല പെർഫോമൻസും ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ശിവാൻ ദൂബെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എഗെയിൻസ്റ്റ് ആയിട്ട് എല്ലാ ടീമുമായിട്ട് നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്യുന്ന മറ്റൊരു പ്ലെയറാണ്. സോ അദ്ദേഹം നിങ്ങളുടെ ടീമിലോട്ട് കൊണ്ടുവരുന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ ആണെങ്കിലും എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 43 റൺസ്, അതായത് ഒരു ക്രൂരൽ സിറ്റുവേഷനിലൊക്കെ നല്ല രീതിയിൽ ബാറ്റിംഗ് പെർഫോമൻസും അതുപോലെ തന്നെ തീർച്ചയായിട്ടും 4 ഓവേഴ്സ് ബൗളിംഗ് കിട്ടുന്നൊരു പെർഫെക്റ്റ് ബൗളറാണ് രവീന്ദ്ര ജഡേജ. അദ്ദേഹത്തിന് നിങ്ങൾ ഇതുവരെ പിക്ക് ചെയ്യില്ലെങ്കിൽ തീർച്ചയായും പിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മിച്ചൽ സാന്തർ ആണെങ്കിലും റീസെൻ്റായിട്ട് എഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് അദ്ദേഹം ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. വെറും 10 റൺസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സ്പിന്നേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെപ്പണാണ് നമ്മുടെ CSK മിച്ചൽ സാന്തർ. സോ അദ്ദേഹത്തെ തീർച്ചയായിട്ടും നിങ്ങളെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. 10 റണ്ണിന് പകരം വന്നൊരു ബോളറാട്ടോ. നമുക്ക് എന്തായാലും ഒരു ടീം ക്രിയേറ്റ് ചെയ്യാം. ഇന്നത്തെ മത്സരമായ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് എവിടെ ഫ്രണ്ടിൽ പോയി കിടക്കുന്നുണ്ടോ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് GT തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ക്യാപ്റ്റൻസി നമ്മുടെ സാഹേനെ വിക്കറ്റ് കീപ്പറിൽ നമ്മൾ സഹായം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റാഷിദ് ഖാൻ, ദേശ്പാണ്ഡെ, ജോഷ ലിറ്റിലിനെ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. രവീന്ദ്ര ജഡേജ, അതുപോലെ തന്നെ ഷാറൂഖ് ഖാൻ നിങ്ങളുടെ ചോയ്സാണ്. ചില മത്സരങ്ങൾ നല്ല രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട്. ഇതുവരെ റീസെൻ്റായിട്ട് കളിച്ചതിൽ ലാസ്റ്റ് 2 മത്സരം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റൺസ് സ്കോർ ചെയ്തായിരുന്നു. ചില സമയങ്ങളിൽ നമ്മുടെ GTയുടെ നട്ടെല്ലായി നിന്നൊരു വ്യക്തിയാണ്. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ വിക്കറ്റ് എന്തായാലും പോകും. അപ്പോൾ എന്തായാലും ഷാറൂഖ് ഖാൻ എടുക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഗെയ്ക്വാഡ്, സായി സുദർശൻ, ശുഭ്മാൻ ഗിൽ, ദെൻ ശിവാൻ ദൂബെ, ഇവർ 4 പേര് നമ്മുടെ ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ഡയറി മിച്ചലൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. അപ്പോൾ നമ്മുടെ GTയിലാണെങ്കിലും ടോപ്പ് ഓർഡർ മാത്രമേ ഉള്ളൂ. മിഡിൽ ഓർഡറായിട്ട് ഇപ്പോൾ നമ്മുടെ ഷാറൂഖ് ഖാനൊക്കെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഡേവിഡ് മില്ലറോ, അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അവരെ പിക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ. ഞാൻ ഡേവിഡ് മില്ലറിനെയാണ് പിക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടീമൊന്ന് നോക്കുന്ന സമയത്ത് ബൗളറെ വേണം. നമ്മുടെ CSKന്ന് ഒരു ബൗളറിനെ കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പം മിച്ചൽ സാന്തർ തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് തോന്നിയത്. ഡ്യുവൽ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് സോ അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ക്യാപ്റ്റൻസി ഞാൻ കൊടുക്കുന്നത് ഗെയ്ക്വാഡിനെ തന്നെയാണ്. സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഗെയ്ക്വാഡ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ നിങ്ങൾക്ക് ആരെ വേണേലും കൊടുക്കാം. ഞാൻ സായി സുദർശനാണ് കേട്ടോ കൊടുക്കുന്നത്. എന്തായാലും നല്ലൊരു ഇന്നിങ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം എഗെയിൻസ്റ്റ് CSK ആയിട്ട്. നമ്മുടെ ടീമൊന്ന് നോക്കാം. വൃദ്ധിമാൻ സഹ, ഡേവിഡ് മില്ലർ, ശുഭ്മാൻ ഗിൽ, ദെൻ
ശിവാൻ ദൂബെ, അതുപോലെ ഗെയ്ക്വാഡ്, സായ് സുദർശൻ, അതുപോലെ രവീന്ദ്ര ജഡേജ, മിച്ചൽ സാന്തർ, റാഷിദ് ഖാൻ, ജോഷ്ല ലിറ്റിൽ, അതുപോലെ തന്നെ ദുഷ്പാണ്ഡെ. ഇത്രയും പേരെ നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ.